DMKയ്ക്ക് പിന്നാലെ CPIM-ഉം ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകലുകയാണ്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പങ്കെടുക്കുന്നില്ല. കോൺഗ്രസിന്റെ സമീപനം തന്നെയാണ് CPIM-ന്റെ നിലപാടിനും പിന്നിൽ. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ CPIM-ന് BJP-യുമായി ഡീലുണ്ടെന്ന് ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യത്തോട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയാണോ? ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. ബിനിൽ ലീല സാബുവാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഈ രണ്ട് പാർട്ടികൾ, അതായത് DMK-യും CPIM മാത്രമല്ല ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്നു എന്ന സ്ഥിതിയുണ്ട്. 23 പാർട്ടികൾ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്നൊക്കെ ജയറാം രമേശ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു അസ്വാരസ്യം നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാന കാരണമെന്നത് ബംഗാളിലെ സാഹചര്യവും മമതാ ബാനർജിയുടെ ഒരു ആവശ്യവും ഒക്കെയാണ് എന്ന മട്ടിലുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. ഇനി തുടർന്നങ്ങോട്ട് എന്തായാലും DMK ഇന്ത്യ മുന്നണിയിൽ മുമ്പുണ്ടായിരുന്ന രീതിയിൽ ഉൾപ്പെടില്ല എന്ന് ഉറപ്പായി. ഇടതു മുന്നണി, പ്രത്യേകിച്ച് CPIM ഒരു തണുപ്പൻ സമീപനമാണോ ഇനി സ്വീകരിക്കാൻ സാധ്യത? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയായിരിക്കും CPM മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ പുതുയുഗ യാത്ര, VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. അന്നാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. ആ വേദിയിൽ വെച്ച് വലിയ വിമർശനമാണ് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അന്നാണ് BJP-യുമായി ഡീലുണ്ട് എന്ന ആരോപണം. അതായത് ഇവിടെ ED വന്ന് എല്ലാ നേതാക്കളെയും മറ്റ് നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്യുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല, പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നില്ല എന്ന ചോദ്യമാണ് അന്ന് ഉന്നയിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. അതിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. നിലവിൽ എന്തായാലും ഇക്കാര്യത്തിൽ BJP-യുമായി ഡീലുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയാണ് 3 സീറ്റുകൾ ഇവിടെ ജയിക്കാൻ കഴിഞ്ഞത് BJP-ക്ക് എന്ന ആരോപണമൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചു. പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ വന്ന് ഉന്നയിക്കുകയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുമായി നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു പാളയത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? എന്ത് അടിസ്ഥാനത്തിലാണ് ആ ആരോപണം ഉന്നയിക്കുക എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്നാണ് CPM-ന്റെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ച MA ബേബി മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു കത്തും ഇന്നലെ അയച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ സജീവമായി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് CPM-ന്റെ നിലപാട്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ് പങ്കെടുക്കുക. അവിടെ പങ്കെടുപ്പോൾ പോലും ഇക്കാര്യം ഉന്നയിക്കും. അതായത് എന്തടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു ചോദ്യമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ജോൺ ബ്രിട്ടാസ് ചോദിക്കുക. ഇന്നലെ തന്നെ MA ബേബി അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ സജീവമായി മുന്നണിയിൽ തുടരൂ, ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. നിലവിൽ DMK വിട്ടു നിൽക്കും, അല്ലെങ്കിൽ DMK ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ TVK-യുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ കോൺഗ്രസ് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോൾ CPM, CPI അടക്കമുള്ള ഇടത് പാർട്ടികൾ അക്കാര്യങ്ങൾ ചോദിച്ച് വ്യക്തത വരുത്തി ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രമേ അവിടേക്ക് പോയുള്ളൂ. പക്ഷേ കോൺഗ്രസ് ഒരു വാക്ക് പോലും പറയാതെയാണ് ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കി TVK-യുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് ആ രീതിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് DMK-യുടെ നിലപാട്. അങ്ങനെ ദേശീയ തലത്തിൽ പല പാർട്ടികളും വിട്ടുനിൽക്കുകയാണ്. അങ്ങനെ RSS-നെതിരെ ഒരുമിച്ച് പോരേണ്ട ആവശ്യമുള്ളപ്പോൾ പോലും ഇങ്ങനെ പ്രാദേശികമായി സംസ്ഥാനത്തിൽ പല നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പല പാർട്ടികളുടെയും തീരുമാനം. എന്തായാലും CPM അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇക്കാര്യത്തിൽ BJP-യുമായി എങ്ങനെയാണ് ഡീലുണ്ടാക്കിയത്, അക്കാര്യത്തിൽ ആ ആരോപണത്തിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ സഹകരിക്കൂ എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. അക്കാര്യം ഇന്നത്തെ യോഗത്തിൽ അറിയിക്കാൻ തന്നെയാണ് തീരുമാനം.